നമസ്കാരം. ബിഗ് ബോസിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷേ വിളിച്ചാൽ തീർച്ചയായും പോകുമെന്നും താരം പറയുന്നുണ്ട്. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം. രേണുവിന്റെ പേരിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റു വാദങ്ങളും താരം പ്രതികരിച്ചു. രേണുവിന്റെ വാക്കുകളിലേക്ക് നോക്കുമ്പോൾ, ബിഗ് ബോസ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇടയ്ക്കിടെ കാണാറുണ്ട്. തെറിവിളി കേട്ടാൽ പൊതുവെ ദേഷ്യം വരുന്ന ആളാണ് ഞാൻ. ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിൽ വലിയ തെറി കേൾക്കേണ്ടി വന്നു. തള്ളച്ചി എന്നൊക്കെ വിളിച്ചു. അട്ടപ്പാടി കോളനി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ കോളനിയിൽ ജീവിച്ചവൾ തന്നെയാണ്. അതിലൊരു അഭിമാനക്കുറവും എനിക്കില്ല. അതോടൊപ്പം തന്നെ ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം വാദങ്ങളിലും രേണുവിന്റെ മറുപടി ഇങ്ങനെയാണ്. അതായത്, ലക്ഷ്മി നക്ഷത്രയോട് ഞാൻ പറഞ്ഞിട്ടാണ് സുധിച്ചേട്ടന്റെ പെർഫ്യൂം എനിക്ക് റെഡിയാക്കി തന്നത്. ഞാനൊരു ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് സുധിച്ചേട്ടന്റെ പെർഫ്യൂമിനെ കുറിച്ച് ചോദ്യം വരുന്നത്. അതിനു മുമ്പേ പല മോശം കമന്റുകളും വന്നിരുന്നു. സുധിച്ചേട്ടന്റെ പെർഫ്യൂം അടിച്ചാണോ നീ അണിഞ്ഞൊരുങ്ങുന്നത്? നീ ഇനി ദാസേട്ടന്റെ പെർഫ്യൂം അടിക്കടി എന്നൊക്കെ. ഈ ഒരു സംഭവത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൊടുത്തത്. എന്നാൽ അത് വലിയ വിവാദമായി. ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് അടിക്കുന്ന പെർഫ്യൂം അല്ല. സുധിച്ചേട്ടന്റെ പെർഫ്യൂം എന്നത് സുഗന്ധമല്ല, അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ മണമാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ പുറത്തൊരാൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ജീവിതത്തിൽ തന്നെ വളരെയധികം സഹായിച്ച വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര എന്നും ഒരിക്കൽ ലക്ഷ്മി നക്ഷത്രയെ മറക്കില്ല എന്നും ഗൃഹപ്രവേശത്തിന് ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ളവരും ഫ്ലവേഴ്സുകാർ വരാതിരുന്നത് അവർക്ക് മറ്റു പരിപാടികൾ ഉള്ളതിനാലായിരുന്നുവെന്നുമാണ് രേണു സുധി പറഞ്ഞത്. അത് ഞാൻ കൃത്യമായി പറഞ്ഞതുമാണ്. ഈ വാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പരസ്പരം വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം അറിയാം. ഞങ്ങളോട് ചോദിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് അറിയാനാണ്? ഈ കാണുന്നതൊക്കെ തന്നെയല്ലേ പറയുകയും ചോദിക്കുകയും വേണ്ടത്. സ്റ്റാർ മാജിക്കിലെ അനുപേട്ടൻ എനിക്ക് ജോലി തന്നുവെന്നല്ല, ഒരു ജോലിയെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി തന്നത്. കണക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തതാണ്. ഞാൻ പോയാൽ കമ്പനി പൂട്ടിപ്പോകും. ഹ്യൂമാനിറ്റീസ് പഠിച്ച ഇവൾ നഴ്സിംഗ് പോകുന്നുവെന്ന് ചിലർ കുറ്റപ്പെടുത്തി. ഞാൻ ജനറൽ നഴ്സിംഗ് ആണ് പോയത്. അതും പാതി വഴിക്ക് നിർത്തി. കണക്ക് അറിയാത്ത ഞാൻ അക്കൗണ്ടിംഗ് ജോലിക്ക് പോയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ടാണ് ആ ജോലിക്ക് പോകാതിരുന്നത്. മറ്റൊരു ജോലിയും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് രേണു വ്യക്തമാക്കുന്നത്. രേണു പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് താരത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. അതായത്, സത്യം പറഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, എൻ്റെ കണ്ണുകളിലെ പ്രണയം നിന്നോടാണ് എന്ന്. അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അതൊരു സർപ്രൈസ് ആണ് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ഞാനിപ്പോൾ ഒരുത്തിനെ കെട്ടിയാൽ നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്താകുമെന്ന് ആലോചിച്ച് നോക്കിയേ. അയാളെ കൂടി ഞാൻ കൊല്ലണോ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചെറുതായി ഒരു ബോംബിട്ട് കൊടുത്തതാണ് ഞാൻ ആ പോസ്റ്റിലൂടെ. എന്താണ് ആളുകളുടെ അഭിപ്രായമെന്ന് അറിയാമല്ലോ. അത് ഭയങ്കര വൈറലായി. രേണു സുധി ആരുമായി പ്രണയത്തിൽ എന്ന ചോദ്യമൊക്കെയുണ്ട്. ആരുമായിട്ടാണ് പ്രണയത്തിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യമാണ് സമൂഹ മാധ്യമം ഉയർത്തുന്നത്. എന്നെ പ്രണയിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ എന്നോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം എന്നാണ് രേണു സുധി പറയുന്നത്.